ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? നമ്മളിന്നിപ്പോൾ ഓൾ ഇന്ത്യ ബൈക്ക് യാത്രയുടെ 4ാമത്തെ ദിവസത്തിലാണുള്ളത്. ഞാനിപ്പം കർണാടക അരസിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. അപ്പം ഇന്നലെ രാത്രി ഇവിടെ എത്തി, ഇവിടെ റൂം എടുത്ത് അങ്ങ് ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു, അതൊക്കെ അലക്കി വേഗം കിടന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ ഗോവ റൂട്ടിൽ ട്രാവൽ ചെയ്യും. 454 കിലോമീറ്ററാണ് ഇവിടുന്ന് ഗോവയ്ക്കുള്ളത്. അതിൽ എത്ര കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ കയറി കണ്ടിട്ടേ പോവുള്ളൂ. ഇപ്പോൾ റൂമിലാണുള്ളത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ നേരെ പോവുക. അതാണ് നമ്മളെ അടുത്ത പരിപാടി. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും റീപാക്ക് ചെയ്തതാണ്. ഇന്നലെ താമസിച്ച റൂം ഇതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. ഇതാണ് വാഷ്റൂം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരസിക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ്. അരസിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഞാൻ ഇതാ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മുടെ ബാഗ് ഒക്കെ വണ്ടിയിൽ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനോട് കുറച്ച് വെള്ളവും വാങ്ങി. വെള്ളം ചോദിച്ചപ്പോൾ നല്ല മനുഷ്യൻ വെള്ളമൊക്കെ എടുത്ത് തന്ന് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു നമ്മുടെ യാത്രയ്ക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുന്ന് 106 കിലോമീറ്റർ ഷിമോഗയ്ക്ക് ഉണ്ട്. നമ്മൾ ഷിമോഗ ടച്ച് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഗോവയ്ക്ക് മാപ്പ് ഇട്ടിട്ട് പോവാണ് ചെയ്യുന്നത്. നേരെ ഗോവയ്ക്ക് ആ മാപ്പ് ഇട്ടിട്ട് അതിലൂടെ ഇനി ആ മാപ്പിൽ ഇട്ട് പോകുന്ന സമയത്ത് ഷിമോഗ ടച്ച് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുള്ളതൊന്നും ഞാൻ നോക്കിയില്ല. മാപ്പ് ഇട്ടങ്ങ് പോവന്നെ. നല്ല നല്ല സ്ഥലങ്ങളോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ ബോർഡ് കാണുമല്ലോ, ഇന്ന ഇതുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ അങ്ങ് പോവാം. 454 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇത് എത്ര മണിക്ക് നമുക്ക് എത്ര കിലോമീറ്റർ ഇന്ന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ നിർത്തിയിട്ടൊക്കെ പോകുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ ഇന്നലത്തെ പോലെ നമ്മൾ ഇന്നലെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ചെക്ക് ഒന്നും കിട്ടിയില്ല. അവസാനം ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും ഉച്ചയ്ക്കുള്ള ഫുഡ് വാങ്ങി വയ്ക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാമല്ലോ. ഇത് വാങ്ങി വെച്ചില്ലെങ്കിൽ നമ്മൾ വിശക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഹോട്ടലിൽ നോക്കുക. ആ സമയത്ത് ഒന്നും കിട്ടില്ല. ഇന്നലെ അതാ സംഭവിച്ചത്. അപ്പോൾ ഇന്ന് അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രാവിലെ എല്ലാ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വാങ്ങി വയ്ക്കും. ഫ്രണ്ട്സ്, ഈ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 73 ഈ ഹൈവേ. ഇത് അല്ല, ഈ റോഡ് ഷിമോഗയ്ക്ക് പോകുന്ന റൂട്ട് തന്നെയാണ്. ഞാനവിടെ ബോർഡ് കണ്ടാണോ, വാട്ടർമെലൻ കണ്ടപ്പോൾ നിർത്തി കേട്ടോ. കട്ട് ചെയ്ത് വെച്ചോ, നല്ല രസമല്ലേ കണ്ടോ, നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർമെലൻ വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇടുന്ന ആ ഒരു മസാല പൗഡർ ഉണ്ട്, അതും കൂടി കൂട്ടി അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ സ്ഥലം ഏത് ഷോപ്പിൻ്റെ മുകളിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഷോപ്പിൻ്റെ മുകളിൽ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഫുഡൊക്കെ വാങ്ങിയത്. അപ്പം നമുക്ക് ഈ ഒരു റോഡ് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചത് ഈ റൂട്ടിൽ പോകുന്ന സമയത്ത്, ഗോവയിൽ പോകുന്ന സമയത്ത് ഫോറസ്റ്റ് ഏരിയ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞ് ഫോറസ്റ്റ് ഏരിയ ഒരുപാടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇരുടാവുന്നതിന് മുന്നേ ആ ഫോറസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഗോവയ്ക്ക് പോകുന്ന റൂട്ടിൽ കുറേ ദൂരം വന്നപ്പോഴാണ് ഒരു തടാകം കണ്ടത്. ഇത് കണ്ടപ്പോൾ ഞാനങ്ങ് നിർത്തി. ദൂരെ അവിടെ ആയിട്ടൊരു വലിയൊരു മല കാണാണ്ട്, അതിൻ്റെ മുകളിൽ എന്തോ ഒരു അമ്പലമോ അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പം ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഇതിൻ്റെ കരയിൽ കുറേ പശുക്കളൊക്കെ മേയുന്നുണ്ട്. ക്യാമറയിലാവൊന്നും കാണില്ല. കുറേ ആൾക്കാർ പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടായിരിക്കും തോന്നുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 454 കിലോമീറ്റർ ആയിരുന്നു എനിക്ക് ഗോവയിൽ എത്താൻ വേണ്ടി ട്രാവൽ ചെയ്യേണ്ട ദൂരം. ഇപ്പോൾ 284 കിലോമീറ്ററാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗോവയിൽ എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗോവയിൽ എത്തിയതിന് ശേഷം തീരുമാനിക്കും അവിടുന്ന് വേറെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ ഓൾ ഇന്ത്യ കറങ്ങാനുള്ള പ്ലാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇനി ഗോവയിൽ എത്തിയതിന് ശേഷമാണ് അവിടുന്ന് വേറെ എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ.
അപ്പോൾ ഇപ്പോൾ ഗോവയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാന്. പിന്നെ ഗോവയിലൊക്കെ ഒന്ന് കറങ്ങണം, അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാം. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡ് വാങ്ങിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്മംഗളൂർ ഡിസ്ട്രിക്റ്റിലുള്ള ബുക്കാംപുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വാങ്ങി ചായ കുടിക്കുകയാണ്. അപ്പം ചായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഗോവയിലേക്ക് എത്താനുള്ള ദൂരം 284 കിലോമീറ്റർ എന്നാണ്. ഞാൻ കാണിച്ചു തരാം കിലോമീറ്റർ കറക്റ്റായിട്ട്. ഇനി അങ്ങോട്ട് ഇതാ 7 മണിക്കൂറും 382 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. 7:51 നമ്മൾ അവിടെ എത്തുള്ളൂ. ഈ ചായയുടെ കപ്പ് ചെറുതാണെങ്കിലും ചായ സൂപ്പർ ചായ കേട്ടോ. ഞാൻ ഈ റോഡിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു കാഴ്ച ഉണ്ട്. എന്താണെന്നല്ലേ, ഇതേ കണ്ടോ, നല്ലൊരു തടാകം. പിന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. അയ്യപ്പസ്വാമിൻ്റെ ഫോട്ടോ ഒക്കെ കാണാനുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നിന്നിട്ട് ചൂണ്ടലിടുന്നുണ്ട്. യാത്രക്കിടയിൽ ഇതുപോലുള്ള തടാകങ്ങളും കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നിർത്തി എൻജോയ് ചെയ്തിട്ടാണ് പോവുക. കണ്ടിട്ട് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് പോയി നോക്കാം. നല്ലൊരു അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നിർത്തി പോകുന്നതിനെ കൊണ്ടാണ് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നത് ലേറ്റായി പോകുന്നത്. എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്താതെ കാണാതെ പോകാനും പറ്റുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല. ഇത് ഏത് തടാകമാണ് എന്താണെന്നൊക്കെ ഇവിടെ ആൾക്കാരൊക്കെയുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു വലിയ മരം, നല്ല ഭംഗിയുള്ള മരം. ഇതെന്ത് മരമാണെന്നറിയോ? പുളിമരമാണ്, പുളിമരം. പുളി അതാ അതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് പോകേണ്ട ഹൈവേ ആണത്. എവിടെയാണ് അമ്പലം? ഇത് കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഫുള്ള് കാട്. ഇതിലേ അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ പോയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം വെറുതെ ഇതിൻ്റെ പേരൊക്കെ എന്താണെന്നുള്ളത്. കണ്ടോ, ഇവിടുന്ന് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാനുള്ള സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. അത് ഇവിടെ സൂപ്പർ ഒരു തടാകം. भाई हाय, ये इसका नाम क्या है? मुक्काम्बुरी. ये रिवर है, ये रिवर है और लेक है. आप कन्नड़ा हिंदी मालूम नहीं? ये टेम्पल का नाम क्या है? कन्निकरे. ये मेन प्रतिष्ठा वो अय्यप्पा और हाँ अय्यप्पा का फोटो देखा मैं उधर. हाँ അവിടെ വീണ്ടും കിട്ടിയിട്ടാ. അവിടെ ഇരിക്കുന്ന 2 ചേട്ടന്മാർക്ക് മീനിനെ കിട്ടി. പുള്ളിക്കാരനെ കവറിലിട്ട് പിടയ്ക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇവിടുന്ന് വീണ്ടും തുടരാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യാത്രയിലായതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന സമയത്ത് എനിക്കാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് എടുത്ത് വരാനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് കുറേ സമയം, ഒരു 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്താണെന്നറിയില്ല, ഇനി ഫോണിൻ്റെ ആണോ സിസ്റ്റത്തിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു സംഭവം സോർട്ട് ചെയ്യുന്നവരെ നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു 10 മിനിറ്റ് 11 മിനിറ്റ് ആ ഒരു ലെവലിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോയിൽ തുടങ്ങും. അങ്ങനെയാണ്.
അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെയുള്ള ഒരു പ്രചോദനമാവുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വരുമ്പോഴത്തേക്കും ആ ഒരു പ്രചോദനം കുറച്ചും കൂടി ഹൈ എൻഡിലേക്ക് എത്തി അതൊരു ലഹരിയായി മാറും. നമുക്ക് കുറച്ച് ആളുടെ സപ്പോർട്ട് കിട്ടുമ്പോഴേക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.